ഹലോ ഗായ്സ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുബോർഡ്. ഒരിക്കൽ കൂടി ഞാൻ തന്നെയാണ് സൻസബിൻ സാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ കൊണ്ടാട്ടോ. നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. മൈക്രോയിലെ 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അതേപോലെ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ, ഈ 4th ചാപ്റ്റർ എപ്പോഴും ചോദിക്കാറില്ല. ചോദിച്ചാൽ ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്, അങ്ങനെയുള്ള ചോദ്യമാണ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ 2ാമത്തെ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 8 മാർക്കിന് കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. അതിന്റെ മുൻപ് എല്ലാ തവണയും ക്വസ്റ്റ്യൻസിൽ മാറ്റി മാറ്റി ചോദിക്കുന്ന, എന്നാൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എപ്പോഴും ചോദിക്കുന്ന കണ്ടന്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചോദ്യമുള്ളത്. നമ്മളോട് ആദ്യം പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. എത്ര ഫീച്ചേഴ്സ് എഴുതണം? അതിനാണ് നമുക്കിവിടെ മാർക്കിന്റെ ഹിന്റ് എന്നുള്ള 3 എന്തെന്നുണ്ട് അല്ലേ. അപ്പോൾ 3 ഫീച്ചേഴ്സ് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരു ഹെഡിങ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹെഡിങ് കൊടുക്കുന്നു. ഹെഡിങ് കൊടുത്ത് വേറെ എന്തുമല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ഹെഡിങ് കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ഞാൻ ഹെഡിങ് കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലാണെങ്കിൽ പൂർണ്ണ കിട മത്സര കമ്പോളം എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഡെഫിനിഷൻ എഴുതാനാണ്. എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. ഇറ്റ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിന്റെ രൂപമാണ് അല്ലേ. ഇറ്റ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. ഇറ്റ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ. ക്യാരക്ടറൈസ്ഡ് എന്ന് പറയുന്നത് സവിശേഷത അല്ലെങ്കിൽ ഇതിന് അതിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സവിശേഷത പറഞ്ഞത്. ക്യാരക്ടറൈസ്ഡ് ബൈ large number of buyers and sellers. Okay, buyers and sellers. Okay, characterized by large number of buyers and sellers dealing with പറഞ്ഞാൽ അവര് ഈ ഒരുപാട് വാങ്ങുന്നവര് വിൽക്കുന്നവരുണ്ട്. അവർ വിൽക്കുന്ന സാധനം എന്താ, വാങ്ങുന്ന സാധനം എന്താ? ഡീലിംഗ് വിത്ത് ഹോമോജിനസ് പ്രൊഡക്റ്റ്. ഈ ഹോമോജിനസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഹോമോജിനസ് പ്രൊഡക്റ്റ് വിത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, വിത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ പോവുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ നമ്മൾ ആദ്യം എഴുതിയേക്കാനുള്ള കാരണം 8 മാർക്കിന്റെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഡെഫിനിഷൻ എഴുതിയേക്കാനാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇനി മലയാളമാണ് നമുക്കറിയാം. എന്താണ് മലയാളം എന്ന് പറയുന്നത്? അതായത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വാങ്ങുന്നവരും വിൽക്കുന്നവരും, ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരുമുള്ള ഡീലിംഗ് വിത്ത് ഹോമോജിനസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ. ഈ ഹോമോജിനസ് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിന് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 ഫീച്ചർ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് മലയാളത്തിൽ എഴുതുന്നത് നമ്മൾ ഇങ്ങനെ എഴുതിച്ചാൽ മതി. ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉൾപ്പെടുന്ന ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന, ഏതൊരു സമയവും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനും മാർക്കറ്റിന് പുറത്തു പോകാനും സൗകര്യമുള്ള മാർക്കറ്റ് കണ്ടീഷനെയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിനെയാണ്, വിപണിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാം. ഇത് ഞാൻ എന്തിനാണ് നിങ്ങളോട് എഴുതി പഠിക്കാൻ പറഞ്ഞു വെച്ചാൽ അതിന്റെ കാരണം എന്താ നോക്കിക്കൊണ്ടിടാം. നമ്മളോട് ചോദിച്ചു അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചു അല്ലേ. നമ്മളോട് എന്താ ചോദിച്ചാൽ അതിന്റെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സവിശേഷതകൾ നമുക്ക് എഴുതണേ 3 എഴുതിയാൽ മതി. എത്ര എഴുതിയാൽ മതി? 3 എഴുതിയാൽ മതി. ആ 3 ഏതാ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കൊള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തു, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇതിന്റെ ഏറ്റവും വലിയ 1ാമത്തെ സവിശേഷതയാണ് ധാരാളം വാങ്ങുന്നവരുണ്ടാവും വിൽക്കുന്നവരുണ്ടാവും. അപ്പൊ 1 നമുക്ക് കിട്ടിയല്ലോ. 1 ഞാൻ അവിടെ 1 നമ്പർ എഴുതി വെച്ചു. 2ാമത്തെ കാര്യം, അവരെന്താ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? ഹോമോജിനസ് പ്രോഡക്റ്റ്. നമ്മൾ അതിനെ മലയാളത്തിൽ പറഞ്ഞവരാണ് ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ എന്നാണ് പറയുക. ഈ ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒരേ അളവിലുള്ള, ഒരേ പ്രൈസിലുള്ള, ഒരേ പാക്കിങ്, ഒരേ ക്വാണ്ടിറ്റി, ഒരേ ക്വാളിറ്റി, എല്ലാം സെയിം ടു സെയിം ഇരട്ടകളെ പോലെ ഉണ്ടാകുന്ന സാധനങ്ങളായിരിക്കും അവർ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനാണ് ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ 2ാമത്തെ ഫീച്ചർ അതാണ്, അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന എന്ത് ഉൽപ്പന്നങ്ങളായിരിക്കും? ഏകജാതീയമായ ഉൽപ്പന്നങ്ങളായിരിക്കും. ഇനി 3ാമത്തെ ഫീച്ചറാണ് പറഞ്ഞത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരികയും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ആർക്ക് പോവുകയും ചെയ്യും. അതിനാണ് നമ്മൾ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞത്. അതാണ് 3ാമത്തെ ഫീച്ചർ. കണ്ടല്ലോ, 3 ഫീച്ചർ നമുക്ക് ഡെഫിനിഷൻ നേടി. അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? 3 ഫീച്ചർ എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 3 അല്ല, ഒരുപാട് ഫീച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 3 മിനിമം ഞാൻ നിങ്ങളോട് പറഞ്ഞ 5 പഠിച്ചിരിക്കുന്നത്. 3 നമുക്ക് ഡെഫിനിഷനിൽ കിട്ടും. ഇനി 2ാമത്തെ കാര്യം നോക്കൂ, എക്സ്പ്ലെയിൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ്. നമ്മളോട് പറഞ്ഞ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കണ്ടീഷൻ നമുക്കറിയാം. 3 കണ്ടീഷൻസ് ഉള്ളത് അല്ലെ. അത് എവിടെയുള്ളത്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഷോർട്ട് റണ്ണിൽ. അപ്പൊ ഷോർട്ട് റണ്ണിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞ 3 കണ്ടീഷൻസ് ഏതാ പറഞ്ഞത്. പക്ഷെ അത് മാത്രമല്ല ഡയഗ്രമാറ്റിക്കലി എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഡയഗ്രം കൂടി വരക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന ലാഭം പരമാവധിയാക്കാൻ ഡയഗ്രത്തിന്റെ സഹായത്തോടെ
ഹ്രസ്വ കാലയളവിൽ പൂർണ്ണ മത്സര കമ്പോളത്തിൽ ലാഭം പരമാവധിയാക്കാനുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ വ്യവസ്ഥകൾ നമ്മളോട് വിശദീകരിക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ എഴുതേണ്ടതെന്ന് കേട്ടോ. ആദ്യം നമ്മൾ എഴുതാൻ പോവുകയാണ്. നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ലാഭം പരമാവധിയാക്കൽ എന്ന് മലയാളത്തിൽ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എന്നിട്ട് നമുക്ക് അവിടെ എഴുതിയേക്കാം ഏത് കാലയളവാണ്, ഷോർട്ട് റൺ ആണല്ലേ, അഥവാ ഹ്രസ്വ കാലയളവാണ്. അത് നമ്മൾ നേരെ മാർക്ക് ചെയ്തതിനു ശേഷം അണ്ടർലൈൻ ഒക്കെ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരെ എഴുതേണ്ട കാര്യമാണ് ഷോർട്ട് റണ്ണിൽ ലാഭം പരമാവധിയാക്കാൻ എത്ര കണ്ടീഷൻസ് ഉണ്ട്, 3 കണ്ടീഷൻസ്, അത് 3 കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. നമുക്കത് എഴുതിയേക്കാം. There are 3 conditions in a short run. 3 conditions in a short run market condition, under the perfect competitive market അല്ലെങ്കിൽ perfect competition. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എത്ര കണ്ടീഷൻസ് ഉണ്ട് ഷോർട്ട് റണ്ണിൽ? 3 കണ്ടീഷൻസ് ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സച്ച് ആസ് ദി ഫോളോവിങ് എന്ന് പറഞ്ഞാൽ എന്താ, താഴെ പറയുന്ന വിധത്തിലാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഇതിന്റെ മലയാളം എന്താ എഴുതി വെച്ചിരിക്കുന്നതിന്റെ മലയാളം, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞതിന്റെ മലയാളം പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ലാഭം പരമാവധിയാക്കാൻ ഹ്രസ്വ കാലയളവിൽ ഉൽപ്പാദനത്തിന് 3 കണ്ടീഷൻസ് ആണുള്ളത്. അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ സെന്റൻസ് ഉണ്ടല്ലോ, അതിന് 3 എണ്ണം നമ്മൾ ചേർത്ത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഈ സെന്റൻസ് അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് നമ്മൾ എഴുതുന്ന 3 കണ്ടീഷൻസ്, ഒന്നാമത്തെ കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് എഴുതിയേക്കാം മാർജിനൽ കോസ്റ്റ്. ഫസ്റ്റ് കണ്ടീഷൻ ആണ് മാർജിനൽ കോസ്റ്റ് കർവ് should be equal to marginal revenue curve. Okay, should be equal to marginal revenue curve. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, എം സിയും എം ആറും തുല്യമായിരിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ. എം സി കർവും എം ആർ കർവും തുല്യമായിരിക്കണം എന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത്. ഒന്നാമത്തെ ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് അതിന്റെ കൂടെ തന്നെ ആ ചിത്രം കൂടി വരച്ചു കേട്ടോ. നോക്കണേ, നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് ഞാനിവിടെ ആദ്യം വരക്കുന്ന കർവ് വേറെ ഏതുമല്ല, നമ്മുടെ പ്രൈസ് ലൈൻ ഞാനിവിടെ വരച്ചു വെച്ചു. ഇനി ഞാൻ അതിന് പേര് കൊടുത്തു പി ഇസിക്വൽ ടു AR ഈക്വൽ ടു MR ഇസിക്വൽ ടു ഡിമാൻഡ് എന്ന് പേര് കൊടുത്തു. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എം സി കർവ് വരക്കാണ് വേണ്ടത്. അപ്പോൾ എം സി കർവ് ഞാനിവിടെ വരക്കുന്നു, എം സി കർവ് ഞാനിവിടെ വരച്ചു ചേർത്തു. ഓക്കെ, എം സി കർവ് വരച്ചു, അതിന് പേര് കൊടുത്തു എം സി എന്ന് പേര് കൊടുത്തു. അപ്പോൾ എന്താ കണ്ടീഷൻ പറഞ്ഞാൽ 2 കണ്ടീഷനാണ് ഉണ്ടായിരുന്നത്, ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണെന്നല്ലേ. അപ്പോൾ ഈക്വൽ ആവുന്ന 2 പോയിന്റ് ഉണ്ട്, ഞാൻ അതിന് പേര് കൊടുത്തു എ എന്നും പേര് കൊടുത്തു, ബി എന്നും പേര് കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കട്ടോ. രണ്ടാമത്തെ കണ്ടീഷനാണ് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്, അഥവാ ഞാൻ ചെറുതാക്കി എഴുതണേ, എം സി കട്ട് MR ഫ്രം ബിലോ. ഓക്കെ, എം സി എം ആറിനെ എവിടെ നിന്ന് കട്ട് ചെയ്യണം, താഴെ നിന്നും കട്ട് ചെയ്യണം. അതായത് നമ്മൾ അത് ചെറുതാക്കി പറയണേ ഇങ്ങനെ പറയാം, എം സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ MR. MRന് എന്തായിരിക്കണം, വലുതായിരിക്കണം എം സി എന്ന് പറഞ്ഞാൽ, MRനേക്കാളും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം സി MRനെ താഴെ നിന്നും കട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കി 2 പോയിന്റ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എ എന്ന് പറഞ്ഞ പോയിന്റ് മുകളിൽ നിന്ന് വന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ പറ്റുമോ, ഇല്ല. പക്ഷെ ബി എന്ന് പറഞ്ഞ പോയിന്റ് താഴെ നിന്നുമാണ് കട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. എ എന്ന് പറഞ്ഞ പോയിന്റ് വരുമോ, ഇല്ല. നമുക്ക് അപ്പം തന്നെ വെട്ടിക്കളയാം. ഇക്വിലിബ്രിയം എവിടെ വരിക, ബിയിലാണ് വരിക അല്ലെ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത്, മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ആയതുകൊണ്ട് എന്താണ്, പ്രൈസ് ഷുഡ് ബി ഈക്വൽ എന്നാണ് പറയാറുള്ളത്. ഷുഡ് ബി ഈക്വൽ ടു AVC or greater than AVC. Okay, or greater than AVC. ഓക്കെ, AVC കർവിനേക്കാൾ തുല്യം, AVC കർവിന് ഒന്നുകിൽ തുല്യമാവുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം. നമ്മൾ ആ പറഞ്ഞ കണ്ടീഷൻ ചെറുതാക്കി എഴുതണം, ഇങ്ങനെ വരിക, പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC എന്ന് പറയുന്നത് മാത്രമേ നമ്മളോട് നോക്കേണ്ടത്. ഇത് രണ്ടിൽ ഏതും ആട്ടോ, ഈക്വൽ ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറഞ്ഞു തരാണ്, നിങ്ങൾ ഗ്രേറ്റർ ദാൻ വെച്ച് പഠിച്ചോളൂ. കാരണം ഈക്വൽ ആയിട്ട് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റിൽ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൈസ് ഈക്വൽ ടു AVC ആണെങ്കിൽ, അല്ലെങ്കിൽ P ഈക്വൽ ടു AVC ആണ് വരുന്നെങ്കിൽ അത് ഷട്ട് ഡൗൺ പോയിന്റ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ വെച്ച് പഠിക്കാം. നമുക്ക് ജസ്റ്റ് നോക്കിക്കോളൂ, ഞാൻ അതിന്റെ കർവ് വരക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ AVC കർവും ഞാനിവിടെ വരച്ച് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിന്റെ പേര് കൊടുക്കുന്നു AVC. എന്താണ് കർവിന്റെ പേര്, AVC എന്ന് പേര് കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ AVC കർവ് ഞാനിവിടെ വരച്ച് ചേർത്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന B എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. നമുക്ക് മനസ്സിലായി, കാരണം ഇവിടെയാണ് നമുക്ക് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, B എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഇക്വിലിബ്രിയം ആവുന്നു, P എന്ന് പറയുന്ന പ്രൈസ് കൊടുക്കുന്നു, Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് കൊടുക്കുന്നു, എക്സ് ആക്സിൽ നമ്മൾ ക്വാണ്ടിറ്റി എന്ന് എഴുതുന്നു, വൈ ആക്സിൽ നമ്മൾ പ്രൈസ് പ്ലസ് എന്ത് എഴുതണം, കോസ്റ്റ് കാണിക്കുന്നുണ്ട്, പ്ലസ് എന്ത് കാണിക്കുന്നുണ്ട്, റവന്യൂ കൂടി കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, പോയിന്റ് ബി ആണ് എന്ത് പറയുന്നത്, പോയിന്റ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ്
മാക്സിമൈസേഷൻ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? വേറെ ഏതുമല്ല, നമ്മുടെ പോയിന്റ് ബി ആണ് അല്ലേ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിക്കുന്നത് പോയിന്റ് ബിയിൽ മാത്രമാണ്. അവിടെയാണ് നമ്മുടെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ 3 കണ്ടീഷൻസ് വൃത്തിയായിട്ട് പഠിക്കുക. ഇത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പല ക്ലാസ്സുകളായിട്ട് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചിരുന്നാൽ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയേക്കാം. ഇത് ഇംഗ്ലീഷിൽ എഴുതിയ വേറൊന്നുമല്ല, ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് മക്കൾ മലയാളത്തിൽ ഒന്ന് എഴുതിയെടുക്കുക. നമ്മൾ ഈ മാർജിനൽ കോസ്റ്റ് കർവിനും അതേപോലെ തന്നെ മാർജിനൽ റവന്യൂ കർവ് നമ്മൾ പറയുന്ന പേരുണ്ട് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് സീമാന്ത ചിലവ് എന്നാണ് പറയുക. എന്താണ് പറയുക? സീമാന്ത ചിലവ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ആൻഡ് മാർജിനൽ റവന്യൂവിനെ നമ്മൾ എന്താ പറയുക? മാർജിനൽ റവന്യൂ. ഇനി ടേംസ് കിട്ടാത്തതിൻ്റെ പേരിൽ എൻ്റെ മക്കള് കൺഫ്യൂഷൻ ആവണ്ട. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ സീമാന്ത വരുമാനം. ഓക്കെ, സീമാന്ത വരുമാനം. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചേക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു ചോദ്യങ്ങളായിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.